സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ ദൈവദാസന്മാർക്കും സ്നേഹനിധികളായിരിക്കുന്ന സഹോദരീ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിച്ചു കൊള്ളുന്നു. നാം എല്ലാവരും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ആലോചനകൾ, ദൂതുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിപ്പാൻ ശക്തനായ പാസ്റ്റർ ബി മോനച്ചൻ എൻ്റെ പിന്നാലെയുണ്ട്. എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ചതായ ഒരു ആലോചന നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അല്പസമയം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ആരാധിച്ച് ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു. നീ മാത്രം മഹത്വത്തിന് യോഗ്യൻ, നീ മാത്രം സ്തുതിക്ക് യോഗ്യൻ, നീ മാത്രം ഉന്നതൻ. ായിരിക്കുന്ന ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. മാറാത്ത ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. വിടുവിക്കുന്ന കർത്താവേ ഞങ്ങളെ സ്തുതിക്കുകയാണ്. ഒരു നാമത്തിന് സ്തോത്രം, ഒരു വലിയ മഹത്വമെടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. സമയത്തിന്റെ ചുരുക്കത്താൽ 1, 2, 3 പോർഷൻ വായിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. എന്നെ വായിച്ച് സഹായിപ്പാൻ സഹോദരങ്ങളോട് ശിഷ്യാൽ അഭ്യർത്ഥിക്കുന്നു. അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും അതുപോലെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും വായിച്ച് സഹായിക്കണമേ. 2 Chronicles chapter 20 verse 1 through 3. ഒരുപാട് ജനസമൂഹം കടലിലക്കരെ നിന്ന് ആരാമിൽ നിന്ന് നേരെ വരുന്നു. ഇതവർ എൻഗതിയെന്ന താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. ഹോമാസാബാദ് ഭയപ്പെട്ടു, ഹോമയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അതായത് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്തന്യാവിന്റെ മകനായ യെഹിയേലിന്റെ മകനായ ബെനയാമിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസീയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇത് അവൻ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17 വരെയുള്ള വാക്യം വായിച്ചാണ്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യെരൂവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അതിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യം കൂടി. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. വാഴ്ത്തുവാനും സ്തുതിപ്പാനും
ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും സംഗീതക്കാരെ നിയമിച്ചു. വായിച്ചാണ്. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അമ്മോന്യരും മോവാബ്യരും സേയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സേയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. സേയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. അവർ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം അവരുടെ മധ്യ ഇറങ്ങി വന്നു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവരുടെ വൈരികൾ അന്യോന്യം തന്നെ നശിപ്പിച്ച് ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവർക്ക് വിജയം കൊടുത്ത ദൈവ ജനത്തിന്റെ ഒരു ചരിത്ര ഭാഗമാണ് നാം വായിച്ചുകൾ ഇടയായി തന്നത്. യഹോശാഫാത്ത് എന്ന പേരിന്റെ അർത്ഥം തന്നെ യഹോവ ന്യായം വിധിക്കുമെന്നുള്ളതാണ്. ക്രൈസ്തലോ, ദൈവമായ കർത്താവ് യഹോശാഫാത്ത് ഒരു നല്ല രാജാവായി യഹൂദ്യ ഭരിക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവമായ കർത്താവ് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ദൈവത്തിന് അതിനോട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ അസാധ്യമായ യഹൂദിക്ക് അസാധ്യമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ താൻ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖം യഹോവയിലേക്ക് അവൻ തിരിപ്പാനിടയായി ചെന്നു. അസാധ്യതകൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അവൻ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞതിനാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ യുദ്ധം ചെയ്യേണ്ടി വരികയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ദൈവമായ കർത്താവ് വെളി ചെയ്യുവാനിടയായി തീർന്നു. പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്നാൽ നാം ഭയപ്പെടേണ്ട. നമ്മെ സഹായിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിജയം നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തോട് സ്തോത്രം. പ്രതിസന്ധികൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ, അസാധ്യങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൽ നാം ആശ്രയിക്കണം. We should turn towards our God. ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കണം. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മുഖം തിരിക്കണം. ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് എടുത്തു വരുവാനിടയായി തീരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോശാഫാത്തിന് ഈ വിഷയത്തെ കുറിച്ച് 19-ാം അധ്യായത്തിൽ പ്രവാചകനിൽ കൂടി മുന്നറിവ് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആഹാവുമായിട്ടുള്ള ബന്ധത്തിൽ ആരാമിനോട് യുദ്ധത്തിന് പോയതിനാൽ ദൈവം അവനോട് കോപിച്ചു എന്നും അവന് വരുവാൻ പോകുന്ന നാശത്തെ കുറിച്ച് പ്രവാചകൻ തന്നോട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിനോട് സ്തോത്രം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവമായ കർത്താവെ നമ്മോട് കോപിക്കുമെന്ന് തിരുവനന്തപുരത്ത് കാണുവാൻ കഴിയുന്നു. ദൈവഹിതപ്രകാരം നാം ജീവിക്കുന്നു എങ്കിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കൂട്ടുകെട്ടുകൾ ദൈവമായ കർത്താവെ വെറുക്കുകയും നമുക്ക് ശിക്ഷ അയക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ യഹോശാഫാത്ത് താൻ ഒരിക്കലും ഓർക്കാത്ത, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില രാജ്യങ്ങളാണ് ഒരുമിച്ച് ഭരിക്കുന്നതിനായി കടന്നു വരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അമ്മോന്യരും മോവാബ്യരും മെയൂന്യ ദേശക്കാരും. താഴോട്ട് നാം വായിക്കുമ്പോൾ സേയീർ പർവ്വത നിവാസികളും ലോത്തിന്റെ തലമുറകളാണ് അമ്മോന്യരും മോവാബ്യരും. സേയീർ പർവ്വത നിവാസികൾ അല്ലെങ്കിൽ മെയൂന്യർ ഏശാവിന്റെ തലമുറയാണ്. അവരുടെ മരുഭൂമി പ്രയാണത്തിൽ ദൈവമായ കർത്താവ് എവരോട് യുദ്ധം ചെയ്തത് എന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതാണ്. അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാതെ, അവരെ സംഹരിച്ച് കളയാതെ, അവരെ വിട്ടുകളവാനായിട്ട് ദൈവരോട് പറഞ്ഞതാണ്. അപ്രതീക്ഷിതമായ സ്ഥാനത്ത് നിന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന്, ഒരു യുദ്ധം ഒരിക്കലും വരുമെന്നവർ ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് നിന്ന് അവർക്കെതിരെ, ഇസ്രായേൽ ജനത്തിന് യഹൂദയ്ക്കെതിരെ യുദ്ധം വരുവാനിടയായി തീർന്നു. ദൈവനന്ദിയോട് സ്തോത്രം. അങ്ങനെ യുദ്ധം കടന്നു വന്നപ്പോൾ യഹോശാഫാത്ത് ഭയന്നുപോയി. യഹോശാഫാത്തിന് ആ വന്നതായ 3 രാജ്യങ്ങളോടും എതിർപ്പാൻ ആവശ്യമായ സൈന്യബലമില്ല. എന്നാൽ